ഹലോ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ സുഖമാണ് കേട്ടോ. ഇന്ന് നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാം. കപ്പയും ചിക്കനും കൂടി ചേർത്താണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുക്കിങ്ങിലേക്ക് പോകാം. കപ്പ ഒരു ചെറിയ കഷ്ണമാണ് എടുത്തത്. അത് തൊണ്ടൊക്കെ ചെത്തി കുഞ്ഞു കഷ്ണമായിട്ട് മുറിച്ച് കഴുകി ചീനച്ചട്ടിയിലേക്ക് വച്ചു. തിളപ്പിക്കും നമ്മൾ. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കപ്പ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് പിന്നെയും കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കും. നിങ്ങളും ഇങ്ങനെയാണോ കപ്പ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത്? ആദ്യം വെള്ളമൊഴിച്ച് ഊറ്റിക്കളയോ? എനിക്കറിയില്ല, അതിൻ്റെ കട്ടുണ്ട്, അത് നല്ലതല്ല, ആദ്യം അത് കളയണം എന്നൊക്കെയാണ് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞത്. അതനുസരിച്ചാണ് ഞാൻ ഈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കപ്പ വെന്തു. അതിൽ വേറൊന്നും കൂടുതൽ ഞാൻ ചേർക്കുന്നില്ല, എരിവും ഒന്നും ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വേവിച്ച് മാറ്റി വെക്കുന്നതേ ഉള്ളൂ. ബാക്കി നമ്മൾ ചിക്കൻ കറിയിലാണ് എരിവൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുന്നത്. ഈ കപ്പയായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ചിക്കൻ കറിക്ക് കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് കരളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കരൾ. ഇവിടെ പറയും കരൾ കഴിക്കാൻ കൊള്ളൂല എന്നൊക്കെ, പക്ഷെ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി ചിക്കൻ കറി ഉണ്ടാക്കി തുടങ്ങാം. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. ഉള്ളിയാണ്, ചെറിയ ഉള്ളി ചതച്ചതാണ് ചേർത്തിരിക്കുന്നത് കുറച്ച്. പിന്നെ ഉള്ളി നല്ലപോലെ മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഉള്ളിയുടെ കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടാണ് വഴറ്റുന്നത്. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലപ്പൊടി ചേർത്തിട്ടാണ് ഒന്ന് ചൂടായി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് നല്ല പഴുത്ത തക്കാളിയാണ് ചേർത്തത്. തക്കാളി ചേർത്തിട്ട് കുറച്ച് വേപ്പിലയും പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക്, ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ പച്ചമുളക് തീർന്നു പോയി. പച്ചമുളക് ചേർക്കണം. പച്ചമുളക് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. കറി നല്ലതുപോലെ കുറുകി വരുമ്പോൾ നമുക്ക് നേരത്തെ കഴുകി വച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർക്കാം. ചിക്കൻ ഇങ്ങനെയുമല്ലാതെ നമുക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വച്ചിട്ട് കറിയിലേക്ക് ചേർക്കാവുന്നതുമാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറച്ച് നേരം, ചിക്കനിൽ ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പം നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ചെറുതായിട്ട് കുറച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗ്രേവി ഓൾറെഡി അതിൽ നിന്ന് ഇങ്ങനെ തന്നെ വരും. അപ്പോൾ ആ ഗ്രേവിയിൽ ഇരുന്ന് കുക്കായിക്കോളും ചിക്കൻ. ഓക്കെ. എന്നെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുന്ന ആളാണ്. കുറച്ച് നേരം എൻ്റെ കൂടെ കളിച്ച് ടി വിയൊക്കെ കണ്ട് കഥയൊക്കെ പറഞ്ഞ് ആൾക്ക് തോന്നുമ്പോൾ ആൾ പോവും. അങ്ങനെ സമയമൊന്നുമില്ല. ഇനി കുക്കിങ്ങിലേക്ക് പോകാം. നമ്മുടെ ചിക്കനൊക്കെ കുറുകി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് കുറച്ച് ഗ്രേവിയും ചിക്കനും മാറ്റി കറിയായിട്ട് എടുക്കാൻ വേണ്ടി ബാക്കി ഉള്ളതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച കപ്പ ചേർത്ത് മിക്സ് ചെയ്യുക.
ഇനി നമ്മൾ വറുത്തിടുകയാണ്. അതിലൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചുവന്ന മുളക്, ഇവിടെ കൊല്ലമുളക് എന്ന് പറയും, പല നാട്ടിൽ പല പേരാണല്ലോ, പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് തേങ്ങ ചിരണ്ടിയതും ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. വേപ്പില ചേർത്തിട്ടുണ്ടേ, വേപ്പിലയും ചേർത്ത് ഇളക്കി ഒന്ന് ചൂടായി കഴിയുമ്പോൾ തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കപ്പയും ചിക്കനിലേക്കും ഇത് ചേർക്കാം. നല്ല ഫ്ലേവറായിരിക്കും. ഇപ്പോൾ അടുക്കളയിൽ നല്ല സ്മെല്ലാണ്, തേങ്ങ വറുത്ത മണവും ചിക്കൻ കറിയുടെ മണവും എല്ലാം കൂടി നല്ലൊരു ഫ്ലേവറിൻ്റെ സ്മെല്ലായിരിക്കും. ഇനി ഒരു ചെറിയ വാഴയില കഴുകി വൃത്തിയാക്കി ബിരിയാണിയുടെ മുകളിൽ ഒന്ന് അടച്ചു വയ്ക്കുക. അതിൻ്റെ മുകളിൽ അടപ്പ് വെച്ച് പാൻ്റെ അടപ്പ് വെച്ച് മൂടി വയ്ക്കുക. നല്ല ഫ്ലേവറായിരിക്കും. കുറച്ച് ദിവസം മുമ്പ് ഓർഡർ ചെയ്തിരുന്നതാണ് ഒരു കട്ടിംഗ് ബോർഡ്. അത് ആദ്യം വന്നത് ഒരു ഡാമേജ് ആയിരുന്നു, അത് തിരിച്ചയച്ചു. രണ്ടാമത് എക്സ്ചേഞ്ച് ചെയ്ത് വന്നതാണ്. എന്തായാലും കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ബിരിയാണിയുടെ മുകളിൽ വാഴയില വച്ച് നമ്മൾ പാൻ അടച്ചു വച്ചിട്ട് ഈ ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് 5 മിനിറ്റ് നമ്മളത് ചൂടാക്കിയെടുക്കണം. എങ്കിലേ നമ്മുടെ ബിരിയാണിയിൽ ആ വാഴയിലയുടെ ഫ്ലേവറും കൂടി ചെല്ലുള്ളൂ. എങ്കിലേ നമുക്കതൊരു നല്ലൊരു ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാനത് നേരത്തെ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അങ്ങനെയും കൂടി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബിരിയാണി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് ഗാർണിഷിങ്ങിന് സവാള ചെറുതായിട്ട് അരിയുക, ഒരു നാരങ്ങ വയ്ക്കുക, നാരങ്ങയും കൂടി പിഴിഞ്ഞ് നമ്മൾ സവാളയൊക്കെ ചേർത്താണ് കഴിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നീട് നമുക്ക് കാണാം. എല്ലാവർക്കും ബൈ.